കമ്പനിയിൽ നിന്നും ഒരു ബിൽഡിങ്ങിൻ്റെ മുഴുവൻ സാധനവും ദൈവം അത്ഭുതമായിട്ട് തന്നു. നേരെ ഞാൻ പറഞ്ഞു അവിടെ ഹാർഡ്വെയർ സ്റ്റോക്ക് ചെയ്തതെല്ലാം കൂടെ ഡംസ്റ്ററിനകത്ത് അന്നേരം ഞങ്ങൾ നോക്കി നിൽക്കുമ്പോഴാണ് ഒരാൾ കൊണ്ട് ഡംസ്റ്ററിനകത്ത് ഡംപ് ചെയ്യുകയാണ്. അവിടെ നിന്ന് ഒരു കൊല്ലം മുഴുവൻ അവർ സേവ് ചെയ്ത് വെച്ചിരുന്ന ഹാർഡ്വെയർ എല്ലാം കൂടെ. പിന്നീട് ഞാൻ ഈ പള്ളി പണിയുമ്പോൾ നോക്കുമ്പോൾ ഓരോരോ കെട്ട് സാധനങ്ങൾ നോക്കുമ്പോൾ എനിക്ക് വേണ്ടിയ സാധനങ്ങൾ ബഞ്ചായിട്ട് പാക്ക് ചെയ്ത് കെട്ടിയ ഹാർഡ്വെയർ അതിനകത്തുണ്ടായിരുന്നു. ഞാൻ ബാത്റൂം പണിയുന്ന പള്ളി മെയിൻ ബിൽഡിങ്ങിനോട് പുറത്താണ്. അതിനുപയോഗിച്ച സാധനങ്ങളൊക്കെ ബാത്റൂമിന് റൂഫ് ഇടാനും അതിൻ്റെ സപ്പോർട്ടുകളൊക്കെ ഒത്തിരി സാധനം ഈ കമ്പനിയിൽ നിന്ന് കിട്ടിയ സാധനം ഉപയോഗിച്ചത്. മെയിൻ ബിൽഡിങ്ങിന് വേണ്ടി ഞാൻ വേറെ കമ്പനിയിൽ നിന്ന് പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിങ് മേടിച്ചു. അതിൻ്റെ കാര്യം ഞാൻ പറയാം. നേരെ ഈ ഡംസ്റ്ററിൽ കൊണ്ടിട്ട് ഹാർഡ്വെയർ എല്ലാം കൂടെ എനിക്ക് ഒത്തിരി വേണ്ടിയ സാധനങ്ങൾ ദൈവം മുന്നമേ കരുതി തന്നിരുന്നു. ഞാൻ ഓർക്കും ഒരു എൻജിനീയർ പ്രത്യേക പ്ലാൻ ചെയ്ത് ഓർഡർ ചെയ്താൽ കിട്ടുന്ന സാധനം പോലെ അതിലേക്കാട്ടിൽ കറക്റ്റായിട്ട് വേണ്ടിയതെല്ലാം ദൈവം മുന്നേ കരുതി എനിക്ക് വേണ്ടി തന്നയച്ചു. ഈ പള്ളി ഇവിടെ പണിതത് ഞാൻ ഒരാൾ പണിതെങ്കിലും ദൈവത്തിൻ്റെ കരുമ സംഖ്യയിലത് നടത്തിയത് എല്ലാം കർത്താവാണ് നടത്തിയത്. എൻ്റെ കഴിവ് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ ദൈവം ചെയ്തതുകൊണ്ട് സാധ്യമായി. നേരം ഈ സാധനങ്ങൾ ബിൽഡിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം കിട്ടി. ഉടനെ തന്നെ ഞാനിനിയും വളരെ ഉത്സാഹമായി അപ്പോഴേക്കന്നെയും പള്ളി പണിയുക, ഉടനെ തന്നെ പണിയുക, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഉടനെ തന്നെ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ആളാണ് ഈട്ടിക്കിളച്ചെന്ന് ഞങ്ങൾ പറയും, എം.ഒ. ജേക്കബ്. അദ്ദേഹം ഇന്ന് മരിച്ചുപോയി. അദ്ദേഹം അന്ന് ന്യൂയോർക്കിലുണ്ട്. അദ്ദേഹത്തിനെ വിളിച്ചാൽ നമുക്ക് പള്ളിക്ക് ഫൗണ്ടേഷൻ കല്ലിടണം, അച്ഛൻ വരണം. ഉടനെ അതിനു മുമ്പ് ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി. 2004 ഞങ്ങൾ ഈ സ്ഥലം മേടിക്കുന്നത്. 2003 സ്ഥലം മേടിച്ചു. 2004 അമ്മ മരിക്കുന്നു. 2003 മാർച്ച് ആ സമയത്തോടെ ഈ സ്ഥലങ്ങൾ മേടിക്കുന്നത്. അതിനുമുമ്പ് അമ്മ മരിച്ചു. ഞാൻ പറയാൻ കാര്യം, അമ്മ മരിച്ചപ്പോൾ ഞങ്ങൾ സജിയച്ചനുമായിട്ട് പരിചയമാണ്. സജിയച്ചൻ എന്ന CSIയിൽ സെൻറ് തോമസ് CSIയിൽ അച്ഛനായിരിക്കുമ്പോഴാണ്. അന്ന് അമ്മയുടെ ഫ്യൂണറിൽ വന്നപ്പോഴാണ് സജിയച്ചനുമായിട്ടുള്ള പരിചയം. അന്ന് തൊട്ട് സജിയച്ചൻ എൻ്റെ ഫ്രണ്ടായി തീർന്നു. ഞങ്ങളുടെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. നേരെ അദ്ദേഹത്തിനെ വിളിച്ചു പള്ളിയുടെ തറക്കല്ലിടാനായിട്ട്. എം.ഒ. ജേക്കബ് അച്ഛനും സജിയച്ചനും കൂടെ വന്നു. ഞങ്ങൾ വീട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും ഞങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു. ഞങ്ങൾ ഫൗണ്ടേഷൻ സ്റ്റോണിട്ടു. അത്ഭുതമായിട്ട് കർത്താവ് അതിനൊക്കെ സഹായിച്ചു. എന്നിട്ട് അന്ന് തൊട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് ഒരു കമ്പനിയുടെ ഡ്രോയിങ് എല്ലാം കൊണ്ട് തന്നു. ഒരു ബിൽഡിങ്ങിൻ്റെ കമ്പനിയുടെ ഈ മിനസോട്ടയിലുള്ള കമ്പനി, മിനിയാപോളിസ് ആണെന്ന് തോന്നുന്നു, മിനിയാപോളിസ്, അവിടെയുള്ള ഒരു കമ്പനിയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ ബീമുകളെല്ലാം, മെയിനായിട്ടുള്ള സപ്പോർട്ടുകളെല്ലാം സ്റ്റീലാണ്, ബാക്കിയെല്ലാം വുഡാണ്, റൂഫൊക്കെ സ്റ്റീല്. ഇതിന് പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ് ആണിത്. ഇവിടെ കൊണ്ട് അസംബിൾ ചെയ്താൽ മതി. തടിയെല്ലാം നമ്മൾ മേടിക്കണം. ഡ്രോയിങ് എല്ലാം അവർ തരും. ഇതിൻ്റെ എല്ലാ അപ്രൂവ്ഡ് ഡ്രോയിങ്ങുകൾ തരും. മെയിനായിട്ടുള്ള സ്റ്റീലുകൾ മുഴുവൻ അവർ സപ്ലൈ ചെയ്യും. തടിയെല്ലാം ലോക്കലായിട്ട് മേടിക്കണം. തന്നെ ഒന്നും വെൽഡിങ് ഒന്നുമില്ല, ബോൾട്ട് ജോയിൻ ചെയ്താൽ മതി. എല്ലാം ഫൗണ്ടേഷനെല്ലാം ഇട്ട്, ഫൗണ്ടേഷനെല്ലാം ഡ്രോയിങ്ങുകളുണ്ട്, നമ്മൾ തന്നെ ഉണ്ടാക്കണം എല്ലാം. അങ്ങനെയുള്ള ഒരു ബിൽഡിങ്ങാണ്. ദൈവം ഇതെല്ലാം അത്ഭുതമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഇങ്ങനെ ഒരു ബിൽഡിങ് മേടിക്കുവാൻ. ഞാനത് ഓർഡർ ചെയ്തപ്പം തന്നെ ഡ്രോയിങ് വീട്ടിൽ വന്നപ്പോൾ പൈസ കൊടുത്തു. 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു, $. അതിൻ്റെ ഡ്രോയിങ് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് അത് പറഞ്ഞ പോലെ ഡോറ് സെൻറ്ററിലൊന്നുമില്ല. ഡോറ് എനിക്ക് ഒന്നാമത്തെ കാര്യം ഇത്രയും പൈസ കൊടുത്തു ഒരു തീരുമാനമില്ല. ഞാൻ ഓർത്ത് വിളിച്ചങ്ങ് ക്യാൻസലാക്കി കളയാമെന്ന് ഓർത്തു. രാവിലെ വിളിക്കാൻ നോക്കിയപ്പോഴത്തേന് അതിന് മുമ്പ് അവർ ആ പൈസ മാറിക്കളഞ്ഞു. പൈസ ഞാൻ അയച്ചായിരുന്നു, ചെക്ക് അയച്ചു കൊടുത്തായിരുന്നു. അവരതിനു മുമ്പ് മാറി. എന്നാൽ പിന്നെ അത് തന്നെ ആട്ടെന്ന് വരിച്ചു. വിളിച്ചവരെ വർത്താനമൊക്കെ പറഞ്ഞു. പള്ളിക്ക് വേണ്ടി
ബിൽഡിങ്ങിൻ്റെ നടുക്കൂടെ ഡോറുള്ള ചില ചേഞ്ചസ് ഒക്കെ വരുത്തി ഡ്രോയിങ് കറക്ഷനൊക്കെ ചെയ്ത് നമുക്ക് വേണ്ടിയ പോലെ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. അതിൻ്റെ $40,000 ആ ബിൽഡിങ്ങിൻ്റെ വില. അത് കൊടുത്ത് ബിൽഡിംഗ് എല്ലാം കൊണ്ടുവന്നു. ഇറക്കാനൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ സാം സക്രിയയാണ് ഇവിടെ വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അവൻ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം ഓരോരുത്തരെ എടുത്ത് ഉപയോഗിച്ചു. ഞങ്ങൾ ട്രാക്ടറൊക്കെ അതിന് മുമ്പ് വന്നു. മിനിയാപോളീസിൽ നിന്ന് അവിടുന്ന് ട്രക്കിലാണ് വരുന്നത്. പള്ളിയിൽ അവിടെ കൊണ്ടുവന്നിട്ട് അൺലോഡ് ചെയ്യാൻ അവരിതുപോലെ കാര്യങ്ങൾ ഫോർക്ക് ലിഫ്റ്റ് വേണം, അല്ലെങ്കിൽ ട്രാക്ടർ എന്ന് പറഞ്ഞ് നമ്മളെ ഇരിക്കുന്ന വലിയ ട്രാക്ടറാണ്. ഞങ്ങൾ ട്രാക്ടറും കൊണ്ടൊക്കെ വന്ന് അതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നെ വലിയ ചരിത്രമുണ്ട്. ഇതെല്ലാം പറയാൻ സമയം എടുക്കുന്നില്ല. ഞങ്ങൾ തന്നെ ട്രാക്ടർ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടുകാരെല്ലാം സൗകര്യങ്ങളൊക്കെ വന്ന് ട്രെയിലറിൽ നിന്ന് വലിയ ട്രക്കിൽ നിന്ന് ഇതെല്ലാം അൺലോഡ് ചെയ്ത് സ്ഥലത്തെല്ലാം ഇറക്കി വെച്ചു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഈ സാം സക്രിയയും കൂടെ വന്നിരുന്നു. അങ്ങനെ സാധനമെല്ലാം ഇറക്കി കാര്യങ്ങളെല്ലാം കഴിയും. അവർ ഡ്രോയിങ്ങുകളെല്ലാം അയച്ചു തന്നു. ആ ഡ്രോയിങ്ങൊക്കെ ആയിട്ട് ഞാൻ എൻജിനീയറിംഗ് ഓഫീസിൽ പോകും. അവിടെ റോസ്റ്റംബർഗിൽ അവിടെ ചെന്നു. ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ എഴുതി കൊടുത്തു. ഇതിന് പെർമിഷൻ മേടിക്കണം. അപ്പോൾ അവൻ്റെ അസിസ്റ്റൻ്റ്, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു അസിസ്റ്റൻ്റ് അവിടെ, അദ്ദേഹം ഒരു ലിസ്റ്റിങ് എഴുതുന്നു. അതിന് ഇത്തിരി റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ ഡിറ്റൻഷൻ പോണ്ടിൻ്റെ ഡ്രോയിങ് വേണം, അത് വേണം, ഇത് വേണം, വേറെ ആണ്ടൊക്കെ ഒത്തിരി ഡ്രോയിങ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയൊരു ലിസ്റ്റ് എനിക്ക് എഴുതി തന്നു. ഇത് നോക്കിയപ്പോൾ ഞാനിത് സംഭവം ഇങ്ങനെയൊന്നും പോകത്തില്ല, നിസ്സാരമായിട്ട് പോകത്തില്ല എന്നോർത്തു. അങ്ങനെ അദ്ദേഹത്തോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. അങ്ങനെ വേറെ ഓഫീസിൽ പോകണം, അവരോട് പെർമിഷൻ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഓഫീസിൽ നിന്ന് വലിയ എൻജിനീയർ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. എന്നോട് ചോദിച്ചു എന്താ കാര്യം. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു പള്ളി പണിയാനായിട്ട് സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട്, ഡ്രോയിങ് കൊണ്ട് വന്നതാ. അദ്ദേഹം എൻ്റെ ഇന്ന് ഡ്രോയിങ് ഒക്കെ മേടിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇദ്ദേഹം ഇതുപോലൊക്കെ പറയുന്നു, വേറെ ഡ്രോയിങ് ഒക്കെ ഉണ്ടാക്കണം, ഡിറ്റൻഷൻ ബോണ്ട് വേണം, അത് വേണം, ഇത് വേണം. അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് അവിടെ എത്ര സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞു ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു നിനക്ക് ഒന്നും വേണ്ട, നീ പോയി ബിൽഡിങ് പണിതോളാൻ പറഞ്ഞു. അവിടെ അദ്ദേഹം ഒരു റിക്വയർമെൻറ്റ്സും ഇല്ലാതെ, ഒരു ഡിറ്റൻഷനും ബോണ്ടും വേണ്ട, ഒന്നും വേണ്ട, അത് അന്നേരം തന്നെ എൻജിനീയറിംഗ് ഓഫീസിൽ നിന്ന് അത് പാസ്സാക്കി തന്നു. ഞാനിവിടെ പറയുന്നത് ദൈവത്തിൻ്റെ കരം. ആ മനുഷ്യൻ അന്നേരം അവിടെ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ മറ്റേ ആ മനുഷ്യൻ പറഞ്ഞ പോലെ ഞാൻ ആ ഓഫീസുകളെല്ലാം കയറി ഇറങ്ങി വേണ്ടാത്തതെല്ലാം ഉണ്ടാക്കേണ്ടിയുമായിരുന്നു. എൻ്റെ ദൈവം അതിന് മുന്നമേ കണ്ടിട്ട് അതിൻ്റെ വലിയ മനുഷ്യനെ ഇങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടിയതെല്ലാം പറഞ്ഞു തരാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാം പാസ്സാക്കി. എന്നിട്ട് പിന്നീട് ഫയർ മാർഷലിൻ്റെ പെർമിഷൻ വേണം. പിന്നെ രണ്ടാമത്തെ ഞാൻ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ഇവരുടെ പെർമിഷൻ കിട്ടി, എൻജിനീയറിംഗ് ഓഫീസിൽ നിന്ന് പെർമിഷൻ കിട്ടി. ഫയർ മാർഷലിൻ്റെ അവിടെ പോയി ഇതിൻ്റെ ഡ്രോയിങ് എല്ലാം കൂടെ കൊടുത്തപ്പോൾ അദ്ദേഹം വലിയൊരു ലിസ്റ്റ്, ഫയർ അലാം വേണം, സ്പ്രിങ്ക്ലർ സിസ്റ്റം വേണം, ഇതെല്ലാം കൂടെ കാണിച്ച് ഡ്രോയിങ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാൻ. ഈ ബിൽഡിങ്ങിലൂടെ സ്പ്രിങ്ക്ലർ സിസ്റ്റം വെക്കണമെങ്കിൽ ഞാനുണ്ടാക്കിയ ഒരു കിണറിന് ഇവിടെ പബ്ലിക് വാട്ടർ സിസ്റ്റം ഇല്ല, സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരമായത്. നമ്മുടെ സ്വന്തം കിണറുകളാണ് ഉപയോഗിക്കുന്നത്. ചെറിയൊരു കിണറാക്കി നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളമേ കിട്ടൂ. സ്പ്രിങ്ക്ലർ സിസ്റ്റം വേണമെങ്കിൽ അതിന് വലിയ ടാങ്കുകളും ഒത്തിരി വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ വേണം. സംഭവം പ്രശ്നമായി. ഇതെല്ലാം കൂടെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അദ്ദേഹം ഇങ്ങനെ വലിയ ലിസ്റ്റൊക്കെ തന്നു. എനിക്ക് വളരെ പ്രയാസമായി. കർത്താവേ, ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എനിക്കിത് തന്നെ പണിയാൻ പറ്റത്തില്ലെങ്കിൽ എന്തിനാണ് ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന്. അങ്ങനെ ദൈവത്തോട് ചോദിച്ചു. ഞാനന്ന് എന്നും പ്രാർത്ഥന ഇവിടെ ആ സമയത്തും പകലൊക്കെ ഇവിടെ വന്ന് പണിയുമെങ്കിലും ഓരോരോ കാര്യങ്ങളോട് ചെയ്യും. വൈകിട്ട് പ്രാർത്ഥനയുണ്ട് ഓരോ ദിവസം വീട്ടിൽ. ബുധനാഴ്ച ഞങ്ങളുടെ വീട്ടിൽ ജോളി ബാബുവിൻ്റെ വീട്ടിൽ വെച്ച പ്രാർത്ഥന പതിവായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയുണ്ട്. ഞാനന്ന് വൈകിട്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് പോയി. ഇന്ന് പ്രശ്നമൊക്കെ ഇങ്ങനെയുണ്ട്, പെർമിഷൻ്റെ കാര്യമായി ഇതുപോലൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയിൽ വിഷയം വെച്ച് നമ്മൾ ബാബുവൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളില്ലായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ജോളി എന്നൊരു പാട്ടെടുത്ത് പാടി, ആരാലും അസാധ്യമെന്ന് പറഞ്ഞ് സ്നേഹിതരെല്ലാവരും മാറിപ്പോവും. ആ പാട്ടാണ് ആ ജോളി എന്ന് പാടിയത്. ആ പാട്ട് പാടിയപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ആ പാട്ടൊന്ന് പാടാം.